2006 മുംബൈ സ്ഫോടന കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. കമാൽ അഹമ്മദ് അൻസാരി എന്ന വ്യക്തിയാണ് വെറുതെ വിട്ടത്. പക്ഷേ ഈ വിധി കേൾക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. 19 വർഷം മുന്നേ 2006 ഈ കേസ് അദ്ദേഹത്തിനെതിരെ എടുത്തത്. ഇപ്പോൾ ഈ വിധി വരുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആ ഖബറിനരികെ പോയി ഒച്ചത്തിൽ പറയുകയാണ്, കമാൽ അൻസാരി താങ്കൾ നിരപരാധിയാണ്. അതേപോലെ 11 വർഷം മുന്നേ ലൈംഗിക പരാതിയുമായി ഒരു അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥിനി ലൈംഗിക പരാതിയുമായി മുന്നോട്ട് പോയിരുന്നു. അത് കോപ്പി അടിച്ചതിന് പകരം വീട്ടുകയാണ് ചെയ്തതെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തി 11 വർഷത്തിന് ശേഷം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ സമൂഹത്തിൽ ഒരാൾക്കെതിരെ ഭീകരവാദിയെന്നോ തീവ്രവാദിയെന്നോ അല്ലെങ്കിൽ ലൈംഗിക പരാതിയെന്നോ മറ്റും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആർത്തിരമ്പി ആ വാർത്ത പ്രചരിപ്പിക്കാനും അദ്ദേഹത്തെ ഒരു കുറ്റവാളിയായി മുദ്ര കുത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾക്കൊരു അഭിമാനം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഇജ്ജത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിനെയാണ് നമ്മൾ കളങ്കപ്പെടുത്തുന്നത്. കേവലം മറ്റുള്ളവർ ആരോപിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗൂഢാലോചന പദ്ധതിക്ക് ഇരയാകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഭരണകൂടം നടത്തുന്ന വേട്ടയാടലാകാം, ചിലപ്പോൾ ഏതെങ്കിലും വലിയ കോർപ്പറേറ്റുകൾ നടത്തുന്ന വേട്ടയാടലുകളാകാം, ചിലപ്പോൾ വ്യക്തികൾ നടത്തുന്ന വ്യക്തിവിദ്വേഷമാകാം, അങ്ങനെ പലതും ആകാം. ആ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നിരപരാധികളായ മനുഷ്യന്മാരുടെ രോദനം എന്താണെന്ന്. കാരണം അവസാനം അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അറിയുമ്പോൾ ചിലപ്പോൾ ഭൂമിയിൽ അവർ ലോകത്തുണ്ടാവില്ല. അവരനുഭവിച്ച കുറേ പ്രയാസങ്ങളും സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന കുറേ അപവാദങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നുണ്ടാവും. അപ്പം നമ്മൾ ഒരാൾക്കെതിരെ ആരോപണം നടത്തുന്നതിന് മുന്നേ ഒരു 3 വട്ടമെങ്കിലും ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു ന്യൂസ് കേട്ടാൽ നമ്മളത് പ്രചരിപ്പിക്കുന്നതിന് മുന്നേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ശ്രീ മുഹമ്മദ് സലാം സൈനിക